ഡെൽഗാഡോ തന്റെ റിമോട്ടിൽ ബട്ടൺ അമർത്തിയതിനെ തുടർന്ന് ചുമരിന് നേരെ ആക്രമണം നടത്തുന്ന ജൂലിയ എന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ സ്വതന്ത്ര ഇച്ഛ നഷ്ടമായേക്കുമോ എന്നോർത്ത് ഭയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ മനസ്സും ശരീരവും മറ്റൊരാൾ നിയന്ത്രിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നമ്മെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. We have the technology to hack human beings on a massive scale. മനുഷ്യ മനസ്സും ശരീരവും അവനവന്റെ സ്വതന്ത്ര ഇച്ഛയെ മറികടന്നുകൊണ്ട് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന ശാസ്ത്രീയ സത്യം 60കളിൽ നടന്ന മൈൻഡ് കൺട്രോൾ പരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതോടൊപ്പം ലോകം ഭരിക്കുന്ന വരേണി വർഗങ്ങളും ഭരണകൂടങ്ങളും ഒത്തുചേർന്ന് ലോക ജനതയുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് ജനതയെ സ്വതന്ത്ര ഇച്ഛയില്ലാത്ത ഡിജിറ്റൽ അടിമകളാക്കി മാറ്റാനുള്ള പദ്ധതികൾ മെനയുന്നു എന്ന സത്യത്തിലേക്ക് ഒരു ചെറിയ തുടക്കം കൂടിയാണിത്. Humans are now hackable animals. The whole idea that humans have, they have this soul or spirit and they have free will, that's over. By hacking organisms, elites may gain the power to re-engineer the future of life itself. Firstly, can you explain what Neuralink is and what the goal of it is? We put a chip in your brain to control your mind. സാങ്കേതികവിദ്യ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹൊസെ ഡെൽഗാഡോ തനിക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാളയെ തന്റെ കൈകളിലിരിക്കുന്ന റിമോട്ട് കൺട്രോളർ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ദൃശ്യങ്ങളാണിവ. 1960കളിൽ ഡെൽഗാഡോ നടത്തിയ മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റുകളുടെ ഭാഗമാണിത്. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് കാളയെ നിയന്ത്രിച്ചു നിർത്താനും വട്ടം കറക്കാനും വശങ്ങളിലേക്ക് ചലിപ്പിക്കാനുമൊക്കെ റിമോട്ടുകൾ കൊണ്ട് സാധിച്ചിരുന്നു. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ ശസ്ത്രക്രിയയിലൂടെ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്ക് നേരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. I push a button. The animal really stopped completely. It was frightening. But it was an experiment, and so when the experiment was over, the bull was in very good health, and I was in a very good health also. So no problem. മസ്തിഷ്കം മറ്റ് അവയവങ്ങളുമായി ആശയവിനിമയം ചെയ്യുന്നതും വിവിധ ശാരീരിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതുമൊക്കെ അതിസങ്കീർണമായ വൈദ്യുതി സംവിധാനത്തിലൂടെയാണ്. കൈകാലുകളുടെ ചലനങ്ങൾ, കാഴ്ച, ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനമെടുക്കൽ എന്നിവയ്ക്കെല്ലാം നമ്മെ പ്രാപ്തമാക്കുന്നത് മസ്തിഷ്കത്തിന്റെ അതത് ഭാഗങ്ങളിലുള്ള ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന വൈദ്യുതി മൂലമാണ്. ഉദാഹരണത്തിന്, നമ്മൾ പ്രശ്നപരിഹാരത്തിനായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ മുൻഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലുള്ള ന്യൂറോണുകൾ പ്രവർത്തനക്ഷമമാവുകയും അവ തമ്മിൽ ആശയവിനിമയം നടത്താനായി വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന ഈ വൈദ്യുതിയെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ പോലെയുള്ള ശരീരത്തിന്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്നത് നമ്മുടെ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സ്, ഓഡേറ്റ് ന്യൂക്ലിയസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. നമ്മൾ കാലുകൾ ചലിപ്പിക്കാൻ ഇച്ഛിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മോട്ടോർ കോർട്ടെക്സിലുള്ള ന്യൂറോണുകൾ നമ്മുടെ കാലുകളുമായി ആശയവിനിമയം നടത്താനായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും അവയെ സ്പൈനൽ കോഡ് വഴി കാലുകളിലേക്ക് അയക്കുകയും ചെയ്യും. സ്പൈനൽ കോഡ് വഴി കാലുകളിൽ എത്തുന്ന ഇലക്ട്രിക് ഇമ്പൾസുകൾ കാലുകളുടെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് നാം ഇച്ഛിക്കുന്ന മാത്രയിൽ കാലുകൾ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ നാം ഇച്ഛിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇമ്പൾസുകളെ നാം ഇച്ഛിക്കാത്ത സമയത്ത് നമ്മുടെ തലച്ചോറിൽ കൃത്രിമമായി സൃഷ്ടിച്ചാൽ അത് തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ സൃഷ്ടിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛ കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നതാണ്. ഡെൽഗാഡോ റിമോട്ട് കൺട്രോളർ വഴി അയക്കുന്ന റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളെ പ്രവർത്തിപ്പിക്കുകയും ഇലക്ട്രോഡുകൾ കാളയുടെ മോട്ടോർ കോർട്ടെക്സിലും കോഡേറ്റ് ന്യൂക്ലിയസിലും കൃത്രിമമായി ഇലക്ട്രിക് ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാലാണ് റിമോട്ട് കൊണ്ട് കാളയെ ചലിപ്പിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. ശരീരത്തിന്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്ന മോട്ടോർ കോർട്ടെക്സിലും കോഡേറ്റ് ന്യൂക്ലിയസിലും കൃത്രിമമായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ അഥവാ വൈദ്യുതി ഉത്തേജനം നൽകാൻ കഴിയുന്ന ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുന്നത് മൂലം ശരീരചലനങ്ങളെ റിമോട്ടുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഡെൽഗാഡോ പിന്നീട് വികാരങ്ങൾക്ക് കാരണമാകുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളെ കൃത്രിമമായി ഉത്തേജിപ്പിക്കുന്നതിലൂടെ റിമോട്ടുകൾ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് പഠിക്കാനായി വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. പൂച്ച, കുരങ്ങ്, എലി തുടങ്ങിയ മൃഗങ്ങളുടെ മോട്ടോർ കോർട്ടെക്സിലും
വികാരങ്ങൾക്ക് കാരണമാകുന്ന അമിഗ്ഡാല, ലിംബിക് കോർട്ടക്സ്, ഹൈപ്പോതലാമസ് തുടങ്ങിയ തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഇലക്ട്രോഡുകളും ആന്റിനകളും ഘടിപ്പിച്ചുകൊണ്ടാണ് ഡെൽഗാഡോ പിന്നീട് പരീക്ഷണങ്ങൾ നടത്തിയത്. പരീക്ഷണങ്ങളിൽ പൂച്ചകളുടെയും കുരങ്ങുകളുടെയും ഒക്കെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവയുടെ സ്വഭാവവും വികാരങ്ങളെയും മാറ്റാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകൾ കൊണ്ട് കഴിഞ്ഞു. If electrodes implanted in animals are possible, can we implant electrodes in the human brain? എലി, പൂച്ച, കുരങ്ങ്, കാള തുടങ്ങിയ മൃഗങ്ങളെ തന്റെ പരീക്ഷണ വിഷയങ്ങളാക്കിയ ഡെൽഗാഡോ പിന്നീട് തന്റെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്തത് മനുഷ്യരെയാണ്, അതും മാനസിക രോഗം ഉൾപ്പെടെയുള്ളവരെ. ബ്രെയിൻ ഇംപ്ലാന്റുകൾ ചെയ്ത് റിമോട്ടുകളുടെ സഹായത്തോടെ മൃഗങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാനും സ്വഭാവം മാറ്റാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ഇംപ്ലാന്റുകളുടെ സഹായത്തോടെ മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കാനും സാധിച്ചു. അതിന് തെളിവാണ് 30 വർഷത്തോളം മനോരോഗികളുടെ മാനസിക നില മെച്ചപ്പെടുത്താനായി ഡെൽഗാഡോ ഉപയോഗിച്ചു പോന്നിരുന്ന തന്റെ RF മൈൻഡ് കൺട്രോൾ ഡിവൈസുകൾ. പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നത് മൂലം സഹിക്കാനാവാത്ത ദുഃഖം നമുക്കുണ്ടാവുകയോ തീവ്ര ദുഃഖത്തിൽ നാം അകപ്പെട്ടു പോവുകയോ ചെയ്താൽ നമ്മെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ആജീവനാന്തം ദുഃഖം നിലനിന്നാൽ പോലും അത് സഹിക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റു വഴികളൊന്നുമില്ല, അല്ലേ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ സന്തോഷം ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? ഹാപ്പിനെസ് എന്ന ഒരു ബട്ടൺ നിങ്ങൾ അമർത്തുന്നതോടെ നിങ്ങളുടെ സകല ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും? ഡെൽഗാഡോ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഡെൽഗാഡോയെ സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ബട്ടൺ സ്വന്തമാക്കാൻ സാധിച്ചേനെ. ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത സ്റ്റിമോസീവർ എന്ന റേഡിയോ ഫ്രീക്വൻസി ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് സ്വിച്ച് അമർത്തിക്കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഡോക്ടർ ഹൊസെ ഡെൽഗാഡോയുടെ ചികിത്സയിൽ കഴിഞ്ഞ മാനസിക രോഗികൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. How do you feel? Pleasurable. തലച്ചോറിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കാനും അതുവഴി തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കാനും കൂടാതെ തലച്ചോറിലെ EEG തരംഗങ്ങളെ വായിക്കാനും അവയെ പുറത്തേക്ക് അയച്ചുകൊണ്ട് നിരീക്ഷിക്കാനുമൊക്കെ ഡെൽഗാഡോ വികസിപ്പിച്ചെടുത്ത ഒരു നാണയത്തിന്റെ വലുപ്പം മാത്രമുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണമാണ് സ്റ്റിമോസീവർ. മൃഗങ്ങളുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഇംപ്ലാന്റ് ചെയ്ത് റിമോട്ടുകൾ കൊണ്ട് അവയുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ച ഡെൽഗാഡോയ്ക്ക് മനുഷ്യ മസ്തിഷ്കങ്ങളിൽ തന്റെ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. മനുഷ്യരിൽ തീവ്രമായ സന്തോഷവും ഉല്ലാസവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകളുടെ സഹായത്തോടെ കഴിഞ്ഞു. അതിനാൽ തന്നെ മനോരോഗികളിൽ സന്തോഷമുണ്ടാക്കാനായി ഡെൽഗാഡോ തന്റെ സ്റ്റിമോസീവർ ഉപയോഗിച്ചു പോന്നിരുന്നു. വിഷാദവും മറ്റു മനോരോഗവുമുള്ള തന്റെ രോഗികളുടെ തലച്ചോറിൽ വികാരങ്ങൾ ഉളവാകുന്ന ഭാഗത്ത് ഡെൽഗാഡോ സ്റ്റിമോസീവർ ഘടിപ്പിക്കുകയും തുടർന്ന് റിമോട്ടിൽ ബട്ടൺ അമർത്തുന്നത് വഴി ഡെൽഗാഡോ അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. കടുത്ത ശാരീരിക വേദനകൾ അനുഭവിച്ചിരുന്ന തന്റെ രോഗികൾക്ക് തങ്ങളുടെ വേദനകൾ അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള തീവ്രതയിൽ സന്തോഷം നൽകാൻ സ്റ്റിമോസീവറിന്റെ സഹായത്തോടെ ഡെൽഗാഡോയ്ക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ സന്തോഷത്തിന് കാരണമാകുന്ന തലച്ചോറിലെ ന്യൂറോണുകളെ വൈദ്യുതി ഉത്തേജനത്തിലൂടെ ഉണർത്തുന്നത് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. തലച്ചോറിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുള്ള ചികിത്സയിലൂടെ രോഗലക്ഷണം കുറയുന്ന ഡെൽഗാഡോയുടെ രോഗികൾക്ക് ആശുപത്രി വിടാം. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉത്തേജനത്തിനായും സ്റ്റിമോസീവറിന്റെ പരിശോധനയ്ക്കായും മറ്റും വന്നാൽ മതിയാകും. എന്നാൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച ചിലർ ആശുപത്രി വിടുമ്പോൾ താൻ അവർക്ക് റിമോട്ടുകൾ കൊടുത്തുവിടാറുണ്ടായിരുന്നു എന്നും അതിനാൽ തന്നെ ഉത്തേജനം ആവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് സ്വയം സ്വിച്ചുകൾ നിയന്ത്രിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നുമൊക്കെ ഡെൽഗാഡോ പറഞ്ഞിരുന്നു. ഈ ലോകത്ത് ആകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഉള്ള ജീവിതം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹാപ്പിയായി ജീവിക്കണമെന്ന ആശയം കൊണ്ട് നടക്കുന്നവരും തങ്ങൾ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തിൽ നിന്ന് കരകയറി സന്തോഷത്തിലേക്ക് എത്താൻ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി എന്നുമൊക്കെ അറിയുന്നവർ ഒരുപക്ഷെ ഈ ഹാപ്പിനെസ് സ്വിച്ച് തേടിപ്പോയേക്കാം. എന്നാൽ സ്റ്റിമോസീവർ പോലെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില വളരെ വലുതാണ്. വിലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണമല്ല എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. തന്റെ പരീക്ഷണങ്ങളിൽ സ്റ്റിമോസീവർ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ച ഒരു വ്യക്തിയോട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിവയ്ക്കാൻ ശ്രമിക്കണമെന്ന് ഡെൽഗാഡോ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഇച്ഛ കൊണ്ട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ തന്റെ വിരലുകൾ ചുരുണ്ട് കൈ അടഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് അയാൾക്കുണ്ടായത്. തന്റെ ഇച്ഛയ്ക്കൊത്ത് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാഞ്ഞതിന്റെ പരിഭവത്തിൽ അയാൾ ഡെൽഗാഡോയോട്, ഡോക്ടർ, നിങ്ങളുടെ വൈദ്യുതി എന്റെ ഇച്ഛയേക്കാൾ ശക്തമാണെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു.
അയാൾ തന്റെ വിരലുകൾ നീട്ടിപ്പിടിക്കാൻ ഇച്ഛിച്ചപ്പോൾ അയാളുടെ തലച്ചോറിൽ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് വിരലുകൾ നീട്ടി നിർത്താൻ പാകത്തിന് വൈദ്യുതി ഉണ്ടായി എങ്കിലും ആ വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി വിരലുകൾ ചുരുട്ടാനായി അയാളുടെ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് ഡെൽഗാഡോ കൃത്രിമമായി നൽകിയതിനാലാണ് അയാൾക്ക് അയാളുടെ ഇച്ഛ കൊണ്ട് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാതിരുന്നത്. സ്വതന്ത്ര ഇച്ഛ തലച്ചോറിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി കൃത്രിമമായി നൽകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിന്റെ നേരിട്ടുള്ള കൃത്രിമത്വത്തിനെതിരെ വ്യക്തി പ്രതിരോധമില്ലാത്തവനാണെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടു. അതായത് ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ നിയന്ത്രണം അയാളുടെ കൈകളിൽ ആയിരിക്കുമെന്ന് സാരം. മനുഷ്യരിൽ ഉല്ലാസവും സന്തോഷവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള വികാരങ്ങൾ റിമോട്ടുകൾ കൊണ്ട് ഉളവാക്കിയ ഡെൽഗാഡോ പിന്നീട് തന്റെ സ്റ്റിമോസീവറും റിമോട്ടുകളും കൊണ്ട് മനുഷ്യരിൽ തീവ്രമായ ലൈംഗിക ചിന്തകളും കാമവും ക്രോധവും വൈരാഗ്യബുദ്ധിയും അക്രമവാസനയും വിഷാദവും ഉത്കണ്ഠയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കി. That's number 2 button. Most pleasurable. How do you feel? Well, I think it's somewhat of a sexy button. ഗിറ്റാർ വായിക്കുകയും ഉത്സാഹത്തോടെയും വൈദഗ്ധ്യത്തോടെയും പാടുകയും ചെയ്തുകൊണ്ടിരുന്ന തന്റെ രോഗിയുടെ നേർക്ക് ഡെൽഗാഡോ റിമോട്ട് ചൂണ്ടിക്കൊണ്ട് 1.2 മില്ലിയാംപിയർ വൈദ്യുതി അയച്ചു. അതിനെ തുടർന്ന് ഉത്തേജനത്തിന്റെ 7ാമത്തെ സെക്കൻഡിൽ അവൾ ഗിറ്റാർ വലിച്ചെറിയുകയും രോഷത്തോടെ മതിലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്ന് കുറച്ചു മിനിറ്റ് തറയിൽ ചുറ്റി നടന്നതിന് ശേഷം അവൾ ക്രമേണ നിശബ്ദയാവുകയും അവളുടെ പതിവ് സന്തോഷകരമായ പെരുമാറ്റം പുനരാരംഭിക്കുകയും ചെയ്തു. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ പുറത്തുനിന്ന് റിമോട്ട് കൺട്രോളർ വഴി നൽകുന്ന നിർദ്ദേശങ്ങളെ ചെറുക്കാൻ സാധിക്കില്ല എന്ന് ഡെൽഗാഡോ കുറിച്ചിരുന്നു. ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന യുവതിയിൽ കോപം ഉളവാക്കിയതുപോലെ തന്നെ ഡെൽഗാഡോ മറ്റൊരു യുവതിയിൽ ഉത്കണ്ഠ ഉളവാക്കിയിരുന്നു. റിമോട്ടിന്റെ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് വഴി യുവതിയുടെ ഉത്കണ്ഠയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നാണ് ഡെൽഗാഡോ തന്റെ ഫിസിക്കൽ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ടുവേർഡ്സ് എ സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. കൂടാതെ മനുഷ്യരിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് ഡെൽഗാഡോയ്ക്ക് അവരിൽ തീവ്രമായ കാമവും ലൈംഗിക ചിന്തകളും സൃഷ്ടിക്കാൻ കഴിഞ്ഞതിനെപ്പറ്റിയും വൈദ്യുതി ഉത്തേജനത്തെ തുടർന്ന് ഒരു യുവാവിൽ ജെൻഡർ കൺഫ്യൂഷൻ, അതായത് താൻ ആണാണോ പെണ്ണാണോ എന്ന സംശയമുണ്ടായതിനെപ്പറ്റിയും ഡെൽഗാഡോ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടായ യുവാവ് തനിക്കൊരു പെണ്ണാകണമെന്ന് പറഞ്ഞതിനെപ്പറ്റിയും കൂടാതെ അവന് തന്റെ മുന്നിലിരുന്ന പുരുഷനോട് ഇഷ്ടം തോന്നിയതിനെ തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതിനെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായിട്ടാണ് ഡെൽഗാഡോ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. തലച്ചോറിൽ കൃത്രിമമായി വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് മനുഷ്യരുടെ ചലനങ്ങളും വികാരങ്ങളും നിയന്ത്രിച്ച ഡെൽഗാഡോ പിന്നീട് തലച്ചോറിന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ വൈദ്യുതി നൽകി ഉത്തേജിപ്പിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് ആളുകളിൽ കൃത്രിമമായ ഓർമ്മകൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് ഉത്തേജനം നൽകിയതിനെ തുടർന്ന് അവരിൽ മിഥ്യാ ഓർമ്മകളും മിഥ്യാ ചിന്തകളും ഉളവായി. താൻ ചെയ്യാത്ത ഒരു കൊലപാതകം ചെയ്തതായി ഒരാളുടെ ഓർമ്മയിലുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അതും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി താൻ ആരെ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് കൊന്നു എന്നും കൊല്ലുമ്പോൾ ഇരയിട്ടിരുന്ന വസ്ത്രങ്ങൾ എന്തായിരുന്നു, അവയുടെ നിറം എന്തായിരുന്നു, എത്ര മണിക്കാണ് താൻ കൊല നടത്തിയത് എന്ന് തൊട്ടുള്ള ഓർമ്മകൾ ഒരാളിൽ ഉണ്ടായാൽ എങ്ങനെയിരിക്കും? അയാൾ കൊല ചെയ്തിട്ടില്ലെങ്കിലും അയാളുടെ ഓർമ്മകളിൽ അയാൾ കൊലപാതകം ചെയ്തതായി ഉള്ളതുകൊണ്ട് തന്നെ താനൊരു കൊലപാതകയാണെന്ന് സ്വയം വിശ്വസിക്കുകയും കുറ്റബോധത്തോടെ ജീവിക്കുന്ന അവസ്ഥ പോലുള്ള അവസ്ഥകളിലേക്ക് അയാളെ അത് നയിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റം അയാൾ ഏറ്റുപറഞ്ഞെന്ന് വരെയിരിക്കും. കൃത്രിമ ഉത്തേജനത്തെ തുടർന്ന് ആളുകളിൽ ഇതുപോലുള്ള മിഥ്യാ ഓർമ്മകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ആളുകൾക്ക് തങ്ങൾ കാണാത്തതും കേൾക്കാത്തതും സംഭവിക്കാത്തതുമായ കാര്യങ്ങൾ യാഥാർത്ഥ്യം എന്നതുപോലെ തന്നെ കാണാനും കേൾക്കാനും വികാരങ്ങളോടുകൂടി തന്നെ അവയെ അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു. ഡെൽഗാഡോ ഇതിനെ അതിസങ്കീർണമായ ഹാലൂസിനേഷനുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരാളിൽ ഭയമുളവാകുകയും തന്റെ നേർക്ക് എന്തോ വന്നു എന്നും അതെന്താണെന്ന് തനിക്ക് അറിയില്ല, ഒരു മൃഗത്തെ പോലെ തനിക്ക് തോന്നിയെന്നും പറഞ്ഞിരുന്നു. ചിലർ പാട്ടുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ അതും സ്വപ്നം കണ്ടുകൊണ്ട് കേട്ടിരുന്നതായി പറയുന്നു. അതേസമയം തന്നെ പലർക്കും ശക്തമായ ദേജാവു അനുഭവപ്പെട്ടു. അതായത് ഇപ്പോൾ തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതാണ് എന്ന് ശക്തമായി ഒരാൾ വിശ്വസിക്കുന്ന അവസ്ഥ പലരിലും ഉളവായി.
ശരീര മാനസിക വികാര നിയന്ത്രണങ്ങൾ കൂടാതെ മസ്തിഷ്കങ്ങളുടെ പല ഭാഗങ്ങളെ വൈദ്യുതി കൊണ്ട് ഉത്തേജിപ്പിക്കുന്നത് മൂലം കുരങ്ങുകളും പൂച്ചകളും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് 1000% വർദ്ധിപ്പിക്കാനും പട്ടിണി കിടക്കുന്ന കുരങ്ങുകളിൽ ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാക്കാനും ഡെൽഗാഡോയ്ക്ക് സാധിച്ചു. കൂടാതെ കുരങ്ങുകളെ ഉണർത്തുക, ഉറക്കുക, കരയിക്കുക, കണ്ണ് ചിമ്മിപ്പിക്കുക, അവയുടെ വാ പൊടിപ്പിക്കുക തൊട്ട് അവയുടെ കണ്ണിന്റെ കൃഷ്ണമണികളുടെ വലിപ്പം കൂട്ടുക, കുറയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ വരെ ചെയ്യാൻ റിമോട്ടുകൾ കൊണ്ട് ഡെൽഗാഡോയ്ക്ക് സാധിച്ചിരുന്നു. സ്റ്റിമോസീവർ ഘടിപ്പിച്ചുകൊണ്ട് ആരെയും എങ്ങനെ വേണമെങ്കിൽ നിയന്ത്രിക്കാനും മാറ്റിയെടുക്കാനും സാധിക്കുമെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം തന്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഡെൽഗാഡോ ചോദിച്ചത്. ഒരു യുവാവിന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് അവന്റെ മനോനില തെറ്റിക്കാനും അവനിൽ ജെൻഡർ കൺഫ്യൂഷൻ തൊട്ട് സ്വവർഗ ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉളവാക്കാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ആരെയും എങ്ങനെ വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. സന്തോഷത്തിനായും ഉല്ലാസത്തിനായും സ്റ്റിമോസീവർ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില അവരുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യവും സ്വയേച്ഛയുമാണ്. സ്റ്റിമോസീവർ പോലെയുള്ള റേഡിയോ ഫ്രീക്വൻസി ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിനെയും ശരീരത്തെയും വേണ്ടവിധം ട്യൂൺ ചെയ്ത RF റിമോട്ടുകൾ കൊണ്ട് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ മനുഷ്യരിൽ സ്റ്റിമോസീവർ പോലെയുള്ള ബ്രെയിൻ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൃത്രിമമായി മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യരുടെ കോപവും അക്രമ സ്വഭാവവും മറ്റ് ദോഷകരമായ വികാരങ്ങളുമൊക്കെ അവരിൽ ഇല്ലാതാക്കി അവരെ വിധേയത്വവും സന്തോഷവും സംതൃപ്തിയുള്ളവരുമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനെപ്പറ്റി ഡെൽഗാഡോയ്ക്ക് അഭിപ്രായമുണ്ടായിരുന്നു. സൈക്കോ സിവിലൈസ്ഡ് സൊസൈറ്റി എന്നാണ് ഡെൽഗാഡോ ഈ ആശയത്തെ വിളിച്ചത്. അതിനാൽ തന്നെ സൈക്കോ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ പ്രവാചകൻ എന്ന പേരിൽ ഡെൽഗാഡോ അറിയപ്പെട്ടിരുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് സൈക്കോ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന ആശയം പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യ മസ്തിഷ്കങ്ങളെ മുഴുവൻ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്തപക്ഷം എല്ലാവരുടെയും മനസ്സ് സദാസമയവും നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ മനുഷ്യ മസ്തിഷ്കങ്ങളെ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കുകയും കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടവിധം നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യരെ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ സദാ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. മസ്തിഷ്കങ്ങളെ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കാനും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ന്യൂറൽ ഇന്റർഫേസ് അല്ലെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ടെക്നോളജികൾ. തലച്ചോറിൽ ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസുകളെ നിരീക്ഷിക്കാനും അവയെ കമ്പ്യൂട്ടറുകളിലേക്ക് അയക്കാനും തുടർന്ന് കമ്പ്യൂട്ടറുകൾ തിരിച്ചയക്കുന്ന സിഗ്നലുകളെ തലച്ചോറിൽ എത്തിക്കാനും സ്റ്റിമോസീവറിന് സാധിക്കുന്നതിനാൽ തന്നെ സ്റ്റിമോസീവർ ഒരു ന്യൂറൽ ഇന്റർഫേസ് ടെക്നോളജി കൂടിയാണ്. ഡെൽഗാഡോ 60കളിൽ തന്നെ പാടി എന്ന കുരങ്ങിന്റെ തലച്ചോർ സ്റ്റിമോസീവർ വഴി കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുകയും കമ്പ്യൂട്ടറുകൾക്ക് ഡെൽഗാഡോ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകൾ പാടിയുടെ തലച്ചോറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും കൃത്രിമ ഉത്തേജനം നൽകിക്കൊണ്ട് കമ്പ്യൂട്ടറുകൾ പാടിയുടെ സ്വഭാവം വേണ്ടവിധം മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് പാടിയുടെ തലച്ചോറിനെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് മോചിപ്പിച്ചതിനെ തുടർന്നാണ് പാടിക്ക് തന്റെ പഴയ സ്വഭാവം തിരിച്ചു കിട്ടിയത്. സ്റ്റിമോസീവറിന്റെ സഹായത്തോടെ തലച്ചോറുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും തമ്മിൽ നേരിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്നും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ കൃത്രിമ ഉത്തേജനം നൽകിക്കൊണ്ട് സ്വഭാവം മാറ്റാൻ കഴിയുമെന്നും ഡെൽഗാഡോ 1960കളിൽ തന്നെ മനസ്സിലാക്കുകയും തെളിയിക്കുകയും ചെയ്തിരുന്നു. തലച്ചോറിനും കമ്പ്യൂട്ടറിനും തമ്മിൽ നേരിട്ട് ആശയവിനിമയം സാധ്യമാക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റിമോസീവറിനെ നമുക്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന ടെക്നോളജിയുടെ പട്ടികയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയും. ഡെൽഗാഡോ പാടിയിൽ നടത്തിയ പരീക്ഷണം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകളുടെ വികസനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയും ഈ മേഖലയിലെ ആധുനിക ഗവേഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. If you can't beat it, join it. That's Yeah. Purpose of Neuralink is to create a high bandwidth interface to the brain such that we can be symbiotic with AI. മനുഷ്യരെ കമ്പ്യൂട്ടറുകൾ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ഒന്നിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ഇലോൺ മസ്ക് വികസിപ്പിച്ചെടുത്ത ന്യൂറലിങ്ക് ചിപ്പുകൾ ന്യൂറൽ ഇന്റർഫേസ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സാങ്കേതിക വിദ്യകളാണ്. Firstly, can you explain what Neuralink is and what the goal of it is? We put a chip in your brain to control your mind. We put a chip in your brain to control your mind. ഡെൽഗാഡോയുടെ സൈക്കോ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കാനാണോ മസ്കിന്റെ പുറപ്പാട്? എന്തായാലും ഡെൽഗാഡോയുടെ പരീക്ഷണങ്ങൾ വിവാദമില്ലാത്തവയായിരുന്നില്ല. റിമോട്ട് റേഡിയോ കമാൻഡിന് പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഡെൽഗാഡോയുടെ പരീക്ഷണങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നതിനാൽ തന്നെ ഡെൽഗാഡോയുടെ ഗവേഷണങ്ങൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിനും സമഗ്രതയ്ക്കും ആത്യന്തികമായ ഭീഷണി ഉയർത്തുന്നതായി ജനങ്ങളും ശാസ്ത്ര വിദഗ്ധരും കണക്കാക്കി. അതിനാൽ തന്നെ അവർ ഡെൽഗാഡോയ്ക്കെതിരെ വിമർശനങ്ങളും വിവാദങ്ങളും ഉന്നയിച്ചിരുന്നു. എന്നാൽ വിവാദങ്ങളും വിമർശനങ്ങളും ഡെൽഗാഡോയുടെ പരീക്ഷണങ്ങൾക്ക് ഒരു തടസ്സമായിരുന്നില്ല. അതിനാൽ തന്നെ ഡെൽഗാഡോ വിവാദങ്ങൾക്കിടയിലും തന്റെ പരീക്ഷണങ്ങൾ തുടർന്നു. അതേസമയം മസ്തിഷ്കത്തിൽ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരെയും മൃഗങ്ങളെയും റിമോട്ടുകൾ കൊണ്ട് നിയന്ത്രിച്ച സാങ്കേതിക വിദ്യ മാന്ത്രികനായ ഡെൽഗാഡോ അടുത്തതായി എന്ത് മാന്ത്രിക വിദ്യയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന ജിജ്ഞാസയിലായിരുന്നു ശാസ്ത്രലോകവും ജനങ്ങളും. അങ്ങനെ എല്ലാ കണ്ണുകളും ഡെൽഗാഡോയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന വേളയിൽ ശാസ്ത്രലോകത്തെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഡെൽഗാഡോ ഒരു പുതിയ മാന്ത്രിക വിദ്യ അവതരിപ്പിച്ചു.
Electronic mind control research is not new. A scientific milestone in this area came in the 1960s when Dr. Jose Delgado demonstrated remote control over a charging bull. By connecting a radio antenna to electrodes inserted into the bull's brain, Delgado proved that the animal's aggressive impulses could be thwarted by electronically manipulating the bull's muscle reflexes. Do you realize the fantastic possibilities if from the outside we could modify the inside? Could we give messages to the inside? But the beauty is that now we are not using electrodes. Any function in the brain, emotions, intellect, personality, well, could be perhaps modified by this non-invasive technology. In recent years, Delgado has shown that the behavior of monkeys can be altered using low-power, pulsating magnetic fields. But in these experiments, there were no antenna implants. നോൺ ഇൻവേഴ്സീവ് മെത്തേഡിലൂടെ, അതായത് ശസ്ത്രക്രിയയുടെയോ ഇലക്ട്രോഡുകളുടെയോ സ്റ്റിമോസിയൂറിന്റെയോ സഹായമില്ലാതെ തന്നെ ശരീരത്തിൽ ഒരു കീറലോ പോറലോ ഏൽപ്പിക്കാതെ ഡെൽഗാഡോയ്ക്ക് കുരങ്ങുകളുടെ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞു. തലച്ചോറിൽ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ടോ ശക്തി കുറഞ്ഞ കാന്തിക തരംഗങ്ങൾ തലച്ചോറിലേക്ക് കടത്തിവിട്ടുകൊണ്ടോ ഒക്കെ മനസ്സ് നിയന്ത്രിക്കാനും സ്വഭാവം മാറ്റാനും കഴിയുമെന്ന് ഡെൽഗാഡോ അങ്ങനെ 1960-70 കാലഘട്ടങ്ങളിൽ തന്നെ കണ്ടെത്തുകയും ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്തിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജോൺസൺ വാലി എന്ന പ്രദേശത്ത് ഏതാണ്ട് 300ഓളം പേർക്ക് ഒരുപോലെ ഒരു അനുഭവം ഉണ്ടായി. തങ്ങളുടെ തലയ്ക്കകത്തും പുറത്തുമൊക്കെ ആരൊക്കെയോ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതായി കേൾക്കുന്നതാണ് അവർക്കുണ്ടായ അനുഭവം. Hundreds of people in the valley say they are hearing voices in their heads. Those voices are being transmitted by microwave or other methods. Well, several viewers asked us to investigate what they call electronic harassment. KMIR 6's Angela Monroe joins us now with what she's discovered. Angela. Electronic harassment, synthetic telepathy, voice-to-skull technology. Chances are you haven't heard of these terms, but after searching the internet, I found dozens of websites dedicated to the phenomenon and several Valley residents who say they're victims. I started hearing, as you'll hear, the hearing voices and what they'll call voice-to-skull or microwave hearing. And I started hearing the voices. Only time I ever had a whole sentence, he said, "This is not about you." These men all live in the area, didn't know each other before the voices started, and say someone is playing mind games with them. പലരും സംസാരം കേൾക്കുന്നത് കൂടാതെ അവരെ ആരൊക്കെയോ പിന്തുടരുന്നതായി കാണുന്നു എന്ന് പറഞ്ഞിരുന്നു. I was clerking for a federal judge and I noticed that I was being followed by a whole bunch of people. ഒരാൾ പറഞ്ഞിരുന്നത് വാഹനം കൊണ്ട് തന്നെ പിന്തുടർന്നതിന് ശേഷമാണ് താൻ സംസാരം കേൾക്കാൻ തുടങ്ങിയത് എന്നാണ്. The voices a little bit after the vehicular stalking. തങ്ങളുടെ തലച്ചോറിലേക്ക് ആരൊക്കെയോ ചേർന്ന് മൈക്രോവേവ് കടത്തിവിട്ടുകൊണ്ട് മാനസികമായി തങ്ങളെ ഉപദ്രവിക്കുന്നു എന്നാണ് ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നത്. ഗാങ് സ്റ്റോക്കിംഗ് എന്നാണ് ഇവരിതിനെ വിളിക്കുന്നത്. Also told us how. Most of it is delivered by microwave, and I believe it's satellite delivered. Whether someone is on a remote location using a laptop. എന്നാൽ സാധാരണ ജീവിതം ജീവിക്കുന്നവരും മാനസിക രോഗ ചരിത്രമില്ലാത്തവരുമായി ഇവർ പറയുന്ന ഈ കാര്യം കേട്ട് മൈൻഡ് കൺട്രോൾ ടെക്നോളജികളെ പറ്റി വേണ്ടവിധം പരിജ്ഞാനമില്ലാത്ത സമൂഹം ഇവരെ സ്കിറ്റ്സോഫ്രീനിയ പോലെയുള്ള മാനസിക രോഗം പിടിപെട്ട രോഗികളായിട്ടാണ് ചിത്രീകരിച്ചത്. We sat down with local psychiatrist Dr. Alan Drucker to get his professional opinion. What I see in delusional disorders. But these men disagree. I've been to a psychiatrist and they gave me anti-schizophrenia medication and it did absolutely nothing whatsoever. Bond says he's found more than 300 victims locally and is tracking others across the state through billboards. ഒരു പ്രദേശത്തുള്ള ഒരാൾക്കുണ്ടായാൽ അത് പടർന്ന് ആ പ്രദേശത്ത് മൊത്തമായി വ്യാപിക്കുന്ന ഒരു പകർച്ചവ്യാധി അല്ലല്ലോ സ്കിറ്റ്സോഫ്രീനിയ എന്ന മനോരോഗം. മാത്രമല്ല ഒരു വ്യക്തിയിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് അവനിൽ തീവ്രമായ കോപമോ കാമമോ സങ്കീർണ ഹാലൂസിനേഷനുകളോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ മനോനില തെറ്റിക്കാൻ സാധിക്കുമെന്ന് ഡെൽഗാഡോയുടെ പരീക്ഷണങ്ങൾ തെളിയിച്ച കാര്യം കൂടിയാണ്. ഡെൽഗാഡോ മൈൻഡ് കൺട്രോൾ പരീക്ഷണങ്ങൾ നടത്തിയവരിൽ പാട്ടുകൾ കേട്ടവരും സംസാരം കേട്ടവരും മിഥ്യാ ഓർമ്മകൾ ഉണ്ടായവരും കാണാത്തത് കാണുകയും സംഭവിക്കാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന പോലെ അനുഭവിച്ചവരുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയല്ലേ ഒരു പ്രദേശത്തുള്ള 300ഓളം പേർക്ക് ഒരുപോലെ ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ചിപ്പുകൾ ഘടിപ്പിക്കാതെ നോൺ ഇൻവേഴ്സീവ് മെത്തേഡിലൂടെ ലോ പവർ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡുകൾ കൊണ്ട് അവരിൽ ആരൊക്കെയോ ചേർന്ന് പരീക്ഷണങ്ങൾ നടത്തിയതാണ് എന്ന് വിശ്വസിക്കുന്നതല്ലേ ഒരു പ്രദേശത്തുള്ള 300ഓളം പേർക്ക് ഒരുപോലെ സ്കിറ്റ്സോഫ്രീനിയ പിടിപെട്ടു എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ യുക്തി. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളെ നിഷ്കരണം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ
ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ സൃഷ്ടിക്കാനും അവയെ വേണ്ടവിധം തലച്ചോറിലേക്ക് പ്രക്ഷേപണം ചെയ്യാനും സാധിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ അത് സാധിക്കുന്നതാണ്. ഉപകരണം വേണ്ടവിധം ഉപയോഗിക്കുന്നതിലൂടെ വ്യക്തിയുടെ മാനസിക നില തെറ്റിക്കാനും വ്യക്തിയെ മാനസികമായി പീഡിപ്പിക്കാനും സാധിക്കും. ഡെൽഗാഡോ റിമോട്ട് കൊണ്ട് ഉത്കണ്ഠയുണ്ടാക്കിയ യുവതിയിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടാവുകയും ഉത്കണ്ഠയുടെ അളവ് കൂട്ടിയതനുസരിച്ച് അവളുടെ പ്രേരണയുടെ അളവ് കൂടിയിരുന്നു എന്നുമാണ് ഡെൽഗാഡോയുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയിൽ തീവ്രമായ വിഷാദമുണ്ടാക്കി വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ വ്യക്തിയുടെ മനോനില തെറ്റിച്ചുകൊണ്ട് കാണാത്തത് കണ്ടും കേൾക്കാത്തത് കേട്ടും സംഭവിക്കാത്ത കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുമൊക്കെ ജീവിക്കുന്ന ഒരു മനോരോഗിയാക്കി അവരെ മാറ്റാൻ സാധിക്കുന്നതാണ്. ആരെങ്കിലും ഈ മാർഗം മറ്റാളുകളെ നശിപ്പിക്കാൻ ഉപയോഗിച്ചാൽ അതിനിരയാകുന്നവർ തീർത്തും നിസ്സഹായരാണ്. ഇങ്ങനെ ഒരു വിദ്യ ഉണ്ട് എന്ന് അറിവില്ലാത്തവരെ ഇതിന് ഇരയാക്കിയാൽ തങ്ങളുടെ മനോനില മറ്റൊരാൾ തെറ്റിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ സ്വയം മനോരോഗികളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവരായി ജീവിച്ച് മരിക്കുക എന്നതല്ലാതെ അവർക്ക് മറ്റു വഴികളൊന്നുമില്ല. ഇനി ഇതിന് ഇരയാകുന്നവർ മറ്റാരോ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്റെ മനോനില തെറ്റിക്കുന്നതാണ് എന്ന് സംശയിച്ച് പരാതിപ്പെടുന്ന വ്യക്തിക്ക് സ്കിറ്റ്സോഫ്രീനിയ പോലെയുള്ള മനോരോഗമാണെന്ന് പോലീസും നാട്ടുകാരും വീട്ടുകാരും ഒരേപോലെ വിധി എഴുതുകയായിരിക്കും ചെയ്യുക. അത് വ്യക്തിയെ കൂടുതൽ മാനസികമായി തളർത്തുകയുള്ളൂ. ഇങ്ങനെയൊരു വിദ്യയുള്ളതായി ആർക്കും അറിയുകയില്ലാത്തതിനാൽ തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവർ പിടിക്കപ്പെടുകയുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാത്തത് കണ്ട് ഭയപ്പെടുക, കേൾക്കാത്തത് കേട്ട് പ്രതികരിക്കുക, സംഭവിക്കാത്ത കാര്യങ്ങൾ തനിക്ക് സംഭവിച്ചു എന്ന ഓർമ്മകൾ ഉണ്ടാവുക പോലെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ അടച്ച സ്കിറ്റ്സോഫ്രീനിയ പോലെയുള്ള മനോരോഗം പിടിപെട്ടവരാണെന്ന് മുദ്രകുത്താൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് സ്കിറ്റ്സോഫ്രീനിയ ആയിരിക്കാം. അല്ലെങ്കിൽ ആരൊക്കെയോ അവരുടെ തലച്ചോറിലേക്ക് ശക്തി കുറഞ്ഞ കാന്തിക തരംഗങ്ങൾ നേരിട്ട് കടത്തിവിട്ടുകൊണ്ട് അവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നതോ അവരുടെ മനോനില തെറ്റിക്കുന്നതോ ആകാം. തലച്ചോറിൽ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ടോ അല്ലാതെയോ ഒക്കെ ഒരാളുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് അവനിൽ തീവ്രമായ കാമവും ക്രോധവും അക്രമവാസനയും ഒക്കെ ജനിപ്പിച്ച് അവനെ ഒരു സ്ത്രീ പീഡകനോ മറ്റ് വികലമായ ലൈംഗിക കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു കൊലപാതകയോ മറ്റോ ആക്കി മാറ്റാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ 1960-കളിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ 2024 സാങ്കേതിക വിദ്യകൾ കൊണ്ട് എന്തൊക്കെയായിരിക്കും സാധ്യമാവുക? സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന മൃഗങ്ങളാണ് മനുഷ്യർ. മനുഷ്യരെ വലിയ തോതിൽ തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകൾ ലോകത്തിന്ന് നിലവിലുണ്ട്. അതിനാൽ തന്നെ മനുഷ്യന് ഇനി സ്വതന്ത്ര ഇച്ഛയുണ്ട് എന്ന ആശയം അവസാനിച്ചിരിക്കുന്നു. ഇതെന്റെ വാക്കുകളല്ല. രാജ്യനേതാക്കളും മതനേതാക്കളും കോടീശ്വരന്മാരും സിനിമാ താരങ്ങളും വ്യാപാരികളും വലിയ നിക്ഷേപകരും സാങ്കേതിക വിദഗ്ധരും ബിഗ് ഫാർമകളും തൊട്ട് ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ വരെ പങ്കാളികളും അംഗങ്ങളുമായിരിക്കുന്ന വേൾഡ് ഇക്കോണമിക് ഫോറം അഥവാ വെഫ് എന്ന ഒരു സ്വകാര്യ സംഘടന ഇന്ന് നമ്മുടെ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരാണ് ലോകം ഭരിക്കുന്നതും ലോകത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതുമൊക്കെ. Your Royal Highnesses, Excellencies, distinguished heads of state and government, the future is built by us, by a powerful community as you here in this room. വെഫിലെ അംഗവും വെഫിന്റെ മുഖ്യപ്രഭാഷകനും അജണ്ട കോൺട്രിബ്യൂട്ടറും കൂടാതെ സാപ്പിയൻസ് എന്ന പുസ്തകം രചിച്ച ലോകപ്രശസ്ത എഴുത്തുകാരനും കൂടിയാണ് പ്രൊഫസർ യുവൽ നോവ ഹരാരി. ഹരാരിയുടെ വാക്കുകളാണ് മുൻപ് ഞാൻ പരാമർശിച്ചത്. Most important thing to know about living in the 21st century is that humans are now hackable animals. Humans are now hackable animals. You know, the whole idea that humans have, you know, they have this soul or spirit and they have free will and nobody knows what's happening inside me. So whatever I choose, whether in the election or whether in the supermarket, this is my free will, that's over. Free will, that's over. That's over. Today, we have the technology to hack human beings on a massive scale. ജനങ്ങളെ വലിയ തോതിൽ തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകത്തുണ്ട് എന്ന് നമുക്ക് ഹരാരിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായി. അക്കൂട്ടത്തിൽ ജനങ്ങളുടെ സ്വതന്ത്ര ഇച്ഛ ഇല്ലാതാകാൻ പോകുന്നു എന്നും നമ്മൾ കേട്ടു. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് നമ്മെ ആ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹാക്ക് ചെയ്ത് അടിമപ്പെടുത്താൻ പോകുന്നു എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവനവന്റെ ഉള്ളിൽ നടക്കുന്നത് മറ്റാരും അറിയുന്നില്ല എന്ന് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇലക്ഷന് താൻ ആർക്ക് വോട്ട് ചെയ്യണം, സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരാൾ എന്തു വാങ്ങണം എന്നൊക്കെയുള്ളതെല്ലാം അവരവരുടെ സ്വതന്ത്ര ഇച്ഛയിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഹരാരി വ്യക്തമാക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാൾക്ക് അറിയാൻ കഴിയുന്ന വിധം കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്നും നമ്മൾ ചെയ്യാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ ലോകത്തുണ്ടാകാനും പോകുന്നു എന്നുമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The really big thing is hacking human beings. You can hack my body, my brain, my life. You can reach a point when you know me
better than I know myself. We have the technology to hack human beings on a massive scale. ഹരാരി പറഞ്ഞ കാര്യങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾ UK പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബോറിസ് ജോൺസൺ 2020 യുണൈറ്റഡ് നേഷൻസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. You may keep your secrets from your friends, from your parents, your children, your doctor, even your personal trainer. But it takes real effort to conceal your thoughts from Google. And if that is true today, in future, there may be nowhere to hide. Smart cities will pullulate with sensors, all joined together by the Internet of Things. But this technology could also be used to keep every citizen under round-the-clock surveillance. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും നമ്മുടെ ചിന്തകളെ മറച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഗൂഗിളിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മറച്ചു വെക്കാൻ നാം ഇന്ന് ശരിക്കും പാടുപെടുന്നുണ്ട്. ഇന്നിങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒളിക്കാൻ ഒരിടവും കാണില്ല എന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഹരാരിയും ബോറിസ് ജോൺസണും പറഞ്ഞത് കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ നമ്മുടെ ചിന്തകൾ നിരീക്ഷിക്കപ്പെടുമെന്നും നമ്മുടെ സ്വതന്ത്ര ഇച്ഛ നമുക്ക് നഷ്ടമാകുമെന്നുമല്ലേ വീണ്ടും നമുക്ക് വ്യക്തമാവുന്നത്. ഇതൊക്കെ സാധിക്കുമോ, ഇതിനൊക്കെ ഞാൻ കൂടി സമ്മതിക്കേണ്ടേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇതുകൂടി അറിയുക. നിങ്ങൾ മാത്രം കേൾക്കുന്നതും നിങ്ങളുടെ സ്വന്തമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതുമായ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളറിയാതെ മറ്റാളുകൾക്ക് നിരീക്ഷിക്കാനും അവർക്ക് കേൾക്കാനും കഴിയുന്നത് കൂടാതെ നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുമായും സൂപ്പർ കമ്പ്യൂട്ടറുകളുമായി ഒന്നിപ്പിക്കാനും അതുവഴി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങളുടെ സ്വയേച്ഛ അഥവാ ഫ്രീവിൽ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണമായി നിയന്ത്രിക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. We have the technology to hack human beings on a massive scale.